ഏഴാം ക്ലാസ്സിലെ വെൻ ലൈറ്റ് റിഫ്ലെക്സ് അഥവാ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ വെറും 15 മിനിറ്റിലാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ 15 മിനിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഹോൾഡ് മൈ പെൻ. ഓൾസോ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇഷ്ടമായി കമന്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കേണ്ട. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് 3 ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ പറ്റിയിട്ടാണ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ് ഈ ഒരു ജനൽ. ജനലിന്റെ പ്രത്യേകത എന്താണ്? പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പുറത്തുനിന്ന് ആൾക്കാർ നോക്കിയാൽ ഉള്ളിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഈ ജനൽ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റിനെ കടത്തി വിടുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ ലൈറ്റ് നന്നായിട്ട് കടത്തി വിടുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് അഥവാ സുതാര്യ വസ്തുക്കൾ. ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾഡ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ്. പ്രകാശം നന്നായി കടത്തി വിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഗ്ലാസ്. ഗ്ലാസ് നന്നായി ലൈറ്റിന് കടത്തി വിടുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ നിങ്ങൾക്ക് അപ്പുറത്തുള്ള സാധനം കാണാൻ പറ്റുന്നത്, അപ്പുറത്ത് നോക്കിയാൽ ഇപ്പുറത്തുള്ള സാധനവും കാണാൻ പറ്റുന്നത്. ഈ എല്ലാ ഒബ്ജക്ട്സും ട്രാൻസ്പെറന്റ് അല്ല. ഫോർ എക്സാമ്പിൾ ഒരു മരക്കഷ്ണത്തിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ അതിന്റെ പുറകിൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഈ മനക്കഷ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റിനെ കടത്തി വിടുന്നില്ല, ലൈറ്റിനെ തീരെ കടത്തി വിടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അപ്പുറത്തെ സാധനം ഒന്നും കാണാൻ പറ്റാത്തത്. ഇങ്ങനത്തെ ഒബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് അഥവാ അധാര്യ വസ്തുക്കൾ. പരീക്ഷയിൽ ചോദിക്കും വാട്ട് ആർ ഒപ്പേക്ക് ഒബ്ജക്ട്സ്. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ എഴുതി വെക്കണം. എന്താണ് എഴുതി വെക്കുക? ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ ഒപ്പേക്ക് ഒബ്ജക്ട്സ്. പ്രകാശം കടത്തി വിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. എക്സാമ്പിൾ വുഡ്, പ്ലാസ്റ്റിക്. മിക്ക ആൾക്കാരും എന്താണ്? ഒപ്പേക്ക് തന്നെയാണ്. ആരും ലൈറ്റിനെ അങ്ങനെ എളുപ്പത്തിൽ കടത്തി വിടുക. ആരുടെ ഉള്ളിൽ കൂടി ഏതെങ്കിലും സാധനം എടുത്തിട്ട് ഉള്ളിൽ കൂടി നോക്കി നമുക്ക് കാണാൻ പറ്റുമോ? ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കിയുള്ള മിക്ക സാധനങ്ങളും ഒപ്പൈക്കാണ്, ലൈറ്റിനെ കടത്തി വിടില്ല. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരാളുണ്ട്. ഇവൻ ട്രാൻസ്പെറൻ്റ് ആണ്, ഇവൻ കംപ്ലീറ്റ്ലി ഒപ്പൈക്കാണ്, അപ്പുറത്തൊന്നും കാണാൻ പറ്റില്ല. ഇവൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് കാണാൻ പറ്റുന്നത്, അത് ലൈറ്റിനെ കുറച്ച് കടത്തി വിടുന്നതുകൊണ്ടല്ലേ കുറച്ച് കാണാൻ പറ്റുന്നത് ഉള്ളിൽ കൂടി നോക്കുമ്പോൾ. അങ്ങനത്തെ ഒബ്ജക്ട്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ് അഥവാ അർദ്ധധാര്യ വസ്തുക്കൾ. എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? പരീക്ഷ ചോദിക്കുക, എഴുതി വെക്കണം. ഒബ്ജക്ട്സ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി, കുറച്ച് ലൈറ്റ് കടത്തി വിടുന്ന ആൾക്കാർ, ആർ കോൾഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ്. പ്രകാശം ഭാഗികമായി കടത്തി വിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ബട്ടർ പേപ്പർ അഥവാ നമ്മുടെ ട്രേസിംഗ് പേപ്പറിൽ ആ സാധനം. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ പറ്റി പഠിക്കണം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. എന്താ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ബേസിക്കലി ലൈറ്റ് വന്നിട്ട് ഒരു സർഫസിൽ തട്ടി തിരിച്ച് തെറിച്ച് പോകുന്ന പരിപാടിയാണ് നമ്മൾ റിഫ്ലക്ഷൻ വിളിക്കുക. അങ്ങനെ നമ്മുടെ മുഖത്തു നിന്നുള്ള ലൈറ്റ് ഇവൻ്റെ മിററിലെത്തി നമ്മുടെ കണ്ണിലേക്ക് തിരിച്ച് വരുന്നത് കൊണ്ടല്ലേ നമുക്ക് നമ്മുടെ മുഖം മിററിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. ഇതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ വിളിക്കുക. പരീക്ഷയിൽ ചോദിക്കും വാട്ട് ഈസ് റിഫ്ലക്ഷൻ, എന്താണ് പ്രതിപതനം? അപ്പോൾ എഴുതി വെക്കണം. റിഫ്ലക്ഷൻ റിഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്ട്. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. അങ്ങനെ തിരിച്ചു വരുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ മിററിൽ കാണാൻ സാധിക്കുന്നത്. ഈ റിഫ്ലക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നന്നായിട്ട് റെഗുലറായിട്ട് വന്ന് തിരിച്ച് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ടും റെഗുലറായിട്ട് പോകുന്ന ടൈപ്പ് റിഫ്ലക്ഷൻ. നമ്മുടെ മിററിലൊക്കെ ആണെങ്കിൽ ഇതാണ് സംഭവിക്കുക. എന്നാൽ സാൻഡ് പേപ്പർ, എൻ്റെ ടീഷർട്ട് അല്ലെ മിക്ക സർഫസുകളും റഫായിരിക്കും. സ്മൂത്തായിട്ട് നമുക്ക് തോന്നുന്ന സർഫസുകളും മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുമ്പോൾ റഫായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ റഫായുള്ള സർഫസിൽ ലൈറ്റ് വന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് സ്കാറ്റേർഡ് ആയിട്ട് പോവുക, തോന്നിയ ഡയറക്ഷനിലാണ് പോവുക. ഇങ്ങനെ റെഗുലറായിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ റെഗുലർ റിഫ്ലക്ഷൻ എന്നും, റെഗുലറായിട്ട് അല്ലാണ്ട് തോന്നിയ പോലെ തിരിച്ചു പോവാണ് നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ അഥവാ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കും. പരീക്ഷയിൽ ചോദിക്കും എന്താണ് ഇതൊക്കെ. അപ്പോൾ എഴുതി വെക്കണം നിങ്ങൾ. ലൈറ്റ് ഫോളിംഗ് ഓൺ സ്മൂത്ത് സർഫസസ്, എക്സാമ്പിൾ മിററാണ്, റിഫ്ലക്ട്സ് വിത്ത് റെഗുലാരിറ്റി, റെഗുലർ ആയിട്ടുള്ള ലൈറ്റ് രീതിയിലാണ് തിരിച്ചു പോകാൻ പോകുന്നത്. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. മിറേഴ്സ് ഗിവ് റെഗുലർ റിഫ്ലക്ഷൻ. മിറേഴ്സ് റെഗുലർ റിഫ്ലക്ഷൻ ആണ് കൊടുക്കുക. പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ. മറ്റേതോ നേരെ തിരിച്ച്. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ റഫ് സർഫസസ്, റഫായുള്ള സർഫസ്. മിക്ക സർഫസസ് റഫാണ്, മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് ചിലപ്പോൾ തോന്നും, പക്ഷേ ആക്ച്വലി റഫാണ്. ഇറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ തെറിച്ച് പോവാണ്. ഫോർ എക്സാമ്പിൾ ഇത് പോകുന്ന പോലെ. ഓക്കെ, ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. നോക്കിക്കോ, മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. എക്സാമ്പിൾ സാൻഡ് പേപ്പറിലെ അല്ലെ വുഡിലെ ഒക്കെ റിഫ്ലക്ഷൻ ഇതാണ്. മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴാണോ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുക അപ്പോഴാണ് നമുക്ക് ഇമേജ് കാണുക. അപ്പോൾ ഒരു മിററിന്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം, നമ്മുടെ ഇമേജ് അതിൻ്റെ ഉള്ളിൽ കാണാൻ കാരണം എന്താണ്? അവിടെ ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടാണ്, റെഗുലർ റിഫ്ലക്ഷൻ. എന്നാൽ സാൻഡ് പേപ്പറിന് മുന്നിൽ പോയി നിന്നാൽ അല്ലെങ്കിൽ മരകഷ്ണത്തിന് മുന്നിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? റിഫ്ലക്ഷൻ നടക്കാത്തതുകൊണ്ടല്ല, റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് ഇറഗുലർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ വരുമ്പോൾ ഇമേജ് ഉണ്ടാവില്ല, റെഗുലർ റിഫ്ലക്ഷൻ വരുമ്പോൾ ഇമേജ് ഉണ്ടാവും, പ്രതിബിംബം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഒരു ലൈറ്റിന്റെ റേ, പ്രകാശരശ്മി വന്നിട്ട് മിററിലടിക്കുമ്പോൾ അത് തെറിച്ച് പോകും നമുക്കറിയാം. ഓക്കെ, ഇതിനൊക്കെ പേരുകളുണ്ട്, പേരുകൾ നമുക്ക് പഠിക്കാം. ഈ വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ അഥവാ പ്രതിനരശ്മി, പതനരശ്മി, പതിക്കുന്ന രശ്മി, പതനരശ്മി.
റിഫ്ലക്ട് ചെയ്തു പോകുന്ന തെറിച്ചു പോകുന്ന റേനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന രശ്മി എന്ന് വിളിക്കും. ഓക്കെ, ഇടയിൽ നമ്മൾ ഈ മിററുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കി ഒരു ലൈൻ വരച്ച കണ്ടോ, അതിനെ നമ്മൾ വിളിക്കും നോർമൽ അഥവാ ലംബം. നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ലൈൻ അഥവാ പെർപെൻഡിക്കുലർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ. റെഡി. ഈ ഇൻസിഡന്റ് റേയുടെയും നോർമലിന്റെ ഇടയിലുള്ള ഒരു ആംഗിൾ, ഒരു കോൺ കണ്ടോ, അതിന് നമ്മൾ എന്താ വിളിക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. അതേപോലെ റിഫ്ലക്റ്റഡ് റേയുടെയും നോർമലിന്റെ ഇടയിലുള്ള ഈ ആംഗിൾ നമ്മൾ എന്താ വിളിക്കുക? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ പതന കോണുണ്ട്, പ്രതിപതന കോണുണ്ട്. ഇതിനൊക്കെ ഡെഫിനിഷൻ പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയണം ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദി ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പതനരശ്മിക്ക് ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതന കോൺ. എന്നാൽ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. അപ്പൊ പതന കോണും പ്രതിപതന കോണും തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷ ചോദിക്കാം. അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇമാജിൻ ചെയ്യുക ഒരു 30 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? അത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ സാർ ഇത് 40 ഡിഗ്രി ആണെങ്കിലോ? ഇത് 40 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിലോ? ഇത് 60 ഡിഗ്രി ആയിരിക്കും. അതായത് രണ്ടുപേരും എപ്പോഴും സെയിം ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും, പതന കോണും പ്രതിപതന കോണും എപ്പോഴും സെയിം ആയിരിക്കും. ഇതിനാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ ഫസ്റ്റ് ലോ എന്താണ്? ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. രണ്ടും ഈക്വൽ ആയിരിക്കും. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കുന്നതാണ് പ്രതിപതന നിയമങ്ങളിൽ ഫസ്റ്റ് നിയമം. രണ്ടാമത്തെ നിയമം എന്താണ്? രണ്ടാമത്തെ നിയമം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇൻസിഡന്റ് റേ കണ്ടില്ലേ, ഈ റിഫ്ലക്റ്റഡ് റേ കണ്ടില്ലേ, ഈ നോർമൽ കണ്ടില്ലേ, 3 പേരും നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ തന്നെയല്ലേ, ആരും ഇതിന്റെ പുറത്തൊന്നല്ലോ. എല്ലാവരും ഒരേ സ്ക്രീനിലായിരിക്കും എന്ന് പറയില്ല, ഒരേ പ്ലെയിനിൽ. സ്ക്രീൻ ഒരു പ്ലെയിൻ ആണ്, ഒരേ പ്ലെയിനിലായിരിക്കും, ആരും ഇതിന്റെ പുറത്തേക്ക് വരാൻ പോകുന്നില്ല. അതാണ് രണ്ടാമത്തെ ലോ. ദി ഇൻസിഡന്റ് റേ, ദി റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് പോയിന്റിലെ നോർമൽ, ഓക്കെ, നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ആർ ഓൺ ദ സെയിം പ്ലെയിൻ. എല്ലാവരും ഒരേ പ്ലെയിനിലായിരിക്കും. പതനരശ്മിയും പ്രതിപതനരശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പരീക്ഷ ചോദിക്കും. പരീക്ഷയിൽ എന്താ ചോദിക്കുക? വാട്ട് ആർ ദി ലോസ് ഓഫ് റിഫ്ലക്ഷൻ അഥവാ സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം. ഇനി റിഫ്ലക്ഷൻ വഴി നമ്മൾ എങ്ങനെയാണ് ഒരു സാധനങ്ങളാണ് കാണുക? ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് നമ്മൾ എങ്ങനെ വായിക്കാൻ പറ്റുന്നത്? ലൈറ്റിൽ നിന്ന് ഏതെങ്കിലും ബൾബ് വേണം, അല്ലെ സൺലൈറ്റ് വേണം. അപ്പോൾ ആ ലൈറ്റ് വന്നിട്ട് ബുക്കിൽ വീഴും. ബുക്ക് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വിടുമ്പോഴാണ് നമുക്ക് ആ ബുക്ക് കാണാൻ പറ്റുക. അപ്പോൾ പരീക്ഷ ചോദിക്കും, ഇതൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ ബൾബിൽ നിന്ന് ലൈറ്റ് വരുന്നു, ഒബ്ജക്റ്റിൽ വീഴുന്നു, ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. റിഫ്ലക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ റിഫ്ലക്ട് ചെയ്ത ലൈറ്റ് കാരണമാണ് നമുക്ക് ആ ബുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. അങ്ങനെയാണ് ഈ ബൾബിനെ നമ്മൾ കാണുന്നതോ? ബൾബിനെ നമ്മൾ കാണുന്ന നേരെ ബൾബിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ലൈറ്റിനെ നമ്മൾ കാണുന്ന നേരെ അങ്ങോട്ട് നോക്കുമ്പോഴാണ്. ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്ന സോഴ്സ് ഓഫ് ലൈറ്റ് വേണം, അല്ലേ? ഒരു ബൾബോ അല്ലെ സൂര്യപ്രകാശം ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ ബുക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് ബുക്കിലേക്ക് വീണ് ബുക്കിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഓരോ ഒബ്ജക്ട്സിനെ കാണാമെന്നുള്ള വ്യത്യാസം നിങ്ങൾ ഓർത്ത് വെക്കണം. അങ്ങനെയാണ് നമ്മുടെ മുഖം നമുക്ക് മിററിൽ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ്. ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടാവും, ബൾബോ സൂര്യനോ എല്ലാം. അതിന് നമ്മുടെ മേത്തേക്ക് അല്ലെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരുന്നു. അവിടുന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് മിററിലേക്ക് പോകുന്നു. മിറർ വീണ്ടും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നു. ആ ലൈറ്റ് നമ്മുടെ മുഖത്ത് നിന്ന് വന്ന ലൈറ്റ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ സണ്ണ് അഥവാ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് ലൈറ്റ് വരുന്നു, ഒബ്ജക്റ്റിലേക്ക് വീഴുന്നു, അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് മിററിലേക്ക് പോകുന്നു. മിറർ വീണ്ടും തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് കണ്ണിലേക്ക് വിടുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മിററിൽ ഒബ്ജക്ട്സ് കാണും. ഈ മിററിൽ നമ്മൾ ഓരോ സാധനം കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഫസ്റ്റ് പ്രത്യേകത എന്താണ്? നമ്മുടെ റൈറ്റ് ഹാൻഡും ഉള്ളിലുള്ള നമ്മുടെ ഇമേജിന്റെ ലെഫ്റ്റ് ഹാൻഡുമായിട്ട് മാച്ച് ചെയ്യുന്നത്. കാരണം ഇയാളുടെ റൈറ്റ് ഹാൻഡ് ആണിത് ശരിക്കും ആളുടെ, പക്ഷെ ഉള്ളിലുള്ള ആളുടെ ലെഫ്റ്റ് ഹാൻഡ് പോലെ തോന്നുന്നത്, ഉള്ളിലുള്ള ആളുടെ ലെഫ്റ്റ് ഹാൻഡ് പോലെ തോന്നുന്നത്. അതായത് ഒബ്ജക്റ്റിന്റെ റൈറ്റ് ഹാൻഡ് ഇമേജ് എടുത്തുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആവും, ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഇമേജ് എടുത്തുമ്പോൾ റൈറ്റ് ഹാൻഡ് ആവും. ഈ പരിപാടിയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപര്യം എന്ന് വിളിക്കുക. പരീക്ഷ ചോദിക്കും ഇതെന്താണ്? അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. ഇൻ എ പ്ലെയിൻ മിറർ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് എൻ ഒബ്ജക്ട് അപ്പിയേഴ്സ് ആസ് റൈറ്റ് സൈഡ് ഓഫ് ദി ഇമേജ് ആൻഡ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഒബ്ജക്ട് അപ്പിയേഴ്സ് ആസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇമേജ്. ദിസ് ഫിനോമിനൻ ഈസ് ലാറ്ററൽ ഇൻവേർഷൻ. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായി കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. ഓർത്തു വെക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ ആംബുലൻസ് ഒക്കെ എഴുതുമ്പോൾ ആംബുലൻസ് തിരിച്ചിട്ട് എഴുതുക. കാരണം ഈ മിററിൽ നമുക്ക് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലാറ്ററൽ ഇൻവേർഷൻ നടക്കും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കാണിച്ചോളും. അപ്പോൾ തിരിച്ചെഴുതിയാലും മിററിൽ കാണുമ്പോൾ അത് കറക്റ്റായി വന്നോളും. ലെഫ്റ്റിലെ സാധനം റൈറ്റിലും റൈറ്റിലെ സാധനം ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഈ മിററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ആണ് വിചാരിക്കുക. അങ്ങനെയാണ് ഈ മിററിന് നമ്മുടെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് 30 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി ബാക്കോട്ട് വന്നാൽ ഇമേജും ബാക്കോട്ട് പോകും. അതായത് മനസ്സിലാക്കേണ്ടത് ഈ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. സെയിം കാര്യം സൈസിന്റെ കാര്യത്തിലും ശരിയാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഹൈറ്റ്
107 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. എൻ്റെ ഇമേജിന്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? 100 സെന്റിമീറ്റർ ആയിരിക്കും? 300 സെന്റിമീറ്റർ ആയിരിക്കും? ഇല്ല, എൻ്റെ ഇമേജിന്റെ ഹൈറ്റും 107 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ സൈസ് ഓഫ് ഒബ്ജക്റ്റും സൈസ് ഓഫ് ഇമേജും സെയിം ആണ്. അപ്പം പരീക്ഷ ചോദിക്കും വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഇൻ പ്ലെയിൻ മിറർ. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണം നമ്മൾ പഠിച്ച് എഴുതി വെക്കണം. എന്തൊക്കെയാണ്? ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ, പാർശ്വിക വിപര്യം സംഭവിക്കും. ഇൻ പ്ലെയിൻ മിറർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ, ഒബ്ജക്റ്റും മിററും നമ്മുടെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ, ഇമേജും മിററും നമ്മുടെ ഡിസ്റ്റൻസ് ആയിരിക്കും. വസ്തുവും സമതല ദർപ്പണവും തമ്മിലുള്ള ആ ദൂരവും പ്രതിബിംബവും സമതല ദർപ്പണവും തമ്മിലുള്ള ദൂരവും സെയിം ആയിരിക്കും. ലാസ്റ്റ് ഇൻ പ്ലെയിൻ മിറർ ദ സൈസ് ഓഫ് ഒബ്ജക്ട്, വസ്തുവിന്റെ സൈസും ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ഇമേജ്, പ്രതിബിംബത്തിന്റെ സൈസും സെയിം ആയിരിക്കും. അപ്പോൾ ഈ 3 പ്രത്യേകതകൾ പഠിച്ചു വെക്കണം, പ്ലെയിൻ മിററിന്റെ പരീക്ഷ ചോദിക്കും. 2 പ്ലെയിൻ മിറേഴ്സ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇമേജസ് കാണാം. വേറെ ആംഗിൾ ആക്കുമ്പോൾ 4 ഇമേജ് കാണാം, വേറെ ആംഗിൾ ആക്കുമ്പോൾ 1 2 3 4 5 6 ഇമേജ് കാണാൻ പറ്റും. അപ്പൊ ഈ ആംഗിളിനനുസരിച്ച് നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് കാണാൻ പറ്റും. അങ്ങനെയാണ് എത്ര ആംഗിൾ വെച്ചാൽ എത്ര ഇമേജ് കാണാൻ പറ്റും എന്നുള്ളൊരു ഫോർമുല ഉണ്ടോ? ഫോർമുല ഉണ്ടെന്ന് മാത്രമല്ല നമുക്ക് പഠിക്കണം. ആ ഫോർമുലയാണ് നിങ്ങൾ കാണുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ 2 മിറേഴ്സ് തമ്മിലുള്ള ആംഗിൾ ആണ്. എൻ എന്ന് പറഞ്ഞാൽ എത്ര ഇമേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല n is equal to 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, അതും ഡിഗ്രി ആയിരിക്കും, -1 ആണ്. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ട് എന്തായാലും ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ വരും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് പഠിക്കണം. എല്ലാ ആംഗിൾസിനെയും, പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ആംഗിൾസിനെയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ 360 ഡിവൈഡ് ബൈ എക്സിന് വരെ നിങ്ങൾ 30 ഇട്ട് കൊടുക്കുക, -1. 0 0 കട്ട് ചെയ്താൽ 36/3, 36/3 ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 12 കിട്ടും. 12 - 1 11. അതേ രീതിയിൽ ബാക്കിയുള്ള ആംഗിൾസിന്റെ എത്ര ഇമേജ് വരുന്നുള്ള കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെയും ഉത്തരം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഇങ്ങോട്ട് മാറിത്തരാം. ഓക്കെ, പരീക്ഷ ചോദിക്കും, എന്തായാലും നിങ്ങൾ ചെയ്തോണം. ഈ മൾട്ടിപ്പിൾ ഇമേജസ്, 2 മിററോ 3 മിററോ ഒക്കെ മൾട്ടിപ്പിൾ ഇമേജസ് വരില്ലേ? അപ്പോൾ അതിനെ ഉപയോഗിച്ചിട്ട് കുറേ ഇല്യൂഷൻസ് ഉണ്ട്. അതിലൊരു വലിയ ഇല്യൂഷനാണ് കലൈഡോസ്കോപ്പ്. അപ്പോൾ ഒരു സാധനം 1-2 സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കുറേ മിറേഴ്സ് ഉള്ളതുകൊണ്ട് കുറേ ഇമേജ് കാണാൻ പറ്റും. പരീക്ഷയിൽ ചോദിക്കുകയാണ് മൾട്ടിപ്പിൾ മിറേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമേജസിന്റെ ഇല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കും കലൈഡോസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതുകൂടാതെ മറ്റൊരു സാധനമാണ് പെരിസ്കോപ്പ്. നിങ്ങൾ സബ്മറൈനിലൊക്കെ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി സീയിൽ അല്ലെ ഓഷ്യനിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പെരിസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം, ഈ സാധനം ഇത് വെച്ച് കാണാൻ പറ്റും. ഈ പെരിസ്കോപ്പിനുള്ളിൽ ശരിക്കും എന്താണുള്ളത്? ആക്ച്വലി 2 മിറേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം മുകളിൽ, ആ മരത്തിന് ലൈറ്റ് വന്ന് ഈ മിററിൽ തട്ടും, ആ മിറർ അതിനെ റിഫ്ലക്ട് ചെയ്ത് 2ാം മിററിലേക്ക് വിടും, അവൻ വീണ്ടും അതിനെ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് മരത്തിനെ കാണാൻ പറ്റും. ഇവിടെ ലൈറ്റ് വളഞ്ഞു വന്നിട്ടൊന്നുമില്ല, ലൈറ്റ് മിററിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ഒരു റിഫ്ലക്ഷൻ 2 റിഫ്ലക്ഷൻ തട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആപ്ലിക്കേഷനാണ് പെരിസ്കോപ്പ്. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പഠിച്ചു വെക്കണം. ലാസ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ലൈറ്റ് പൊല്യൂഷനാണ്. ഈ ലൈറ്റ് വളരെ നല്ല കാര്യമാണ്, റിഫ്ലക്ഷൻ ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈറ്റ് പൊല്യൂഷൻ. അപ്പോൾ ഈ ലൈറ്റ് പൊല്യൂഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പോയിന്റ് ഓർത്ത് വെക്കണം. ഈ ലൈറ്റ് പൊല്യൂഷൻ ഇസ് ഹാർംഫുൾ ടു മെനി ഓർഗാനിസംസ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ ദ ഡാർക്ക്. രാത്രി ഹണ്ട് ചെയ്യാൻ ഇറങ്ങുന്ന ഓർഗാനിസംസിന് ഈ ഭയങ്കര ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടില്ല, അവർ മരിച്ചു പോകും. കുറേ നാൾ കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എക്സിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഭൂമിയിൽ ഇല്ലാത്താവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രശ്നമാണ് നമുക്ക് എന്താണ് ഭയങ്കര ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളും പ്ലാനറ്റ്സിന്റെ ഒക്കെ സ്കൈ വ്യൂസ് നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളാണ് ലൈറ്റ് പൊല്യൂഷൻ കൊണ്ട് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആ 2 പോയിന്റ്സും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും മക്കളെ നിങ്ങൾ ഉത്തരം കൊടുക്കും. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സ് ഇഷ്ടമായി എന്ന് പറയാം. അടുത്ത ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്നുള്ള ആരും കൂടെ പറയാം. ഓൾസോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലെ കുട്ടിയാണ്, നിങ്ങൾ ബാച്ചിലെ നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങളും അതിലെ ലൈവ് ക്ലാസ് ഒക്കെ നിങ്ങൾ നന്നായി ഫോളോ ചെയ്യുക. എക്സ്ട്രാ ചോദ്യങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബാച്ചിൽ ഇല്ലാത്ത കുട്ടിയാണ്, തീർച്ചയായും ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി കൺസിഡർ ചെയ്യുക. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വളരെ ഫീസ് കുറവായിട്ട് വളരെ അഫോർഡബിൾ ആയിട്ട് എന്നാൽ സൂപ്പർ ക്വാളിറ്റി ക്ലാസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. നേരത്തെ തന്നെ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് പഠിപ്പിച്ച് തീർത്ത് ക്വസ്റ്റ്യൻസിന്റെ എക്സ്ട്രാ സെഷൻ തന്ന് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് കിട്ടാൻ വേണ്ടി ഫുൾ കോൺഫിഡൻസിൽ നിങ്ങളെ റെഡിയാക്കുന്നതായിരിക്കും നമ്മുടെ ബാച്ചിലെ എല്ലാ ടീച്ചേഴ്സും സൂപ്പർ ടീച്ചേഴ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സിൽ വന്ന് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. മറ്റൊരു ചാപ്റ്ററിൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.